ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതൊരു അമ്പല ദർശനത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ചെറിയച്ഛൻ്റെ പേരക്കുട്ടീൻ്റെ കേട്ടോ കൂടെ, അതായത് ഏട്ടൻ്റെ അനിയൻ്റെ മോളും ഉണ്ട് കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. പോണ വഴിക്ക് നാട്ടുകാരനെയൊക്കെ കണ്ടു. ഇങ്ങനെ കുറച്ച് വീടുകളാണ്, അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അപ്പോൾ പോണ വഴിക്കുള്ള വീടുകളെല്ലാവരും കണ്ട് എപ്പോൾ വന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അബേട്ടൻ പിന്നെ അപ്പോൾ വരാത്തതുകൊണ്ട് പിന്നെ അബേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു എന്നാ വരിക. പിന്നെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്നാണ് തിരിച്ചു പോവുക. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസറൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോളെ എൻ്റെ കൂടെ പഠിച്ചു നോക്കിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ അമ്പലത്തിൽ കയറി കേട്ടോ. അത് കയറി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ശരിക്കും ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണും കൊണ്ട് ഉള്ളിലേക്കൊന്നും പോയില്ല, ഉപയോഗിച്ചില്ല കേട്ടോ. പുറമേ നിന്നിട്ടാണ് കേട്ടോ എല്ലാ വീഡിയോ എടുത്തത്. ഇതാണ് കേട്ടോ ചേച്ചി. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് അവിടുത്തെ കൽക്കട്ടയിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ സംസാരിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ മെയിൻ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ദേവിയുടെ അമ്പലമാണ്, ദേവീക്ഷേത്രമാണ്. നിങ്ങൾക്ക് കാണാം ചുറ്റും അവിടെ കാട് പോലെയുണ്ട് കേട്ടോ. അത് നാഗക്ഷേത്രമായിട്ടാണ് കേട്ടോ. എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടെ കൽക്കത്തയിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, എന്നാലും എനിക്ക് നാട്ടിലെ അമ്പലം ഒരു പ്രത്യേക ഫീലിംഗ് കിട്ടും നമുക്ക്, ഭയങ്കര ശാന്തതയോട് കൂടിയിട്ട്. എന്താ ഒരു ശരിക്കും അത് പുറത്ത് പോയാലും മനസ്സിലാവണം നമ്മുടെ ആ നാടിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുത് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് നാഗദൈവത്തിൻ്റെ അവിടെ തൊഴുകയാണ്. മക്കൾക്ക് പിന്നെ അവളുടെ കൂട്ടുകാരെ കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെല്ലാം കഴിഞ്ഞതേ തിരിച്ചു പോവാണ് കേട്ടോ. തൊഴിലൊക്കെ കഴിഞ്ഞു, ഇനി ചെന്നിട്ട് വേണം, വിശന്നിട്ട് വയ്യ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ മക്കൾ ഭയങ്കര മഴ നേരത്തെ പെയ്ത കാരണം സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചിമാർ നോക്കി കൊണ്ടുപോകണം അനിയത്തിനെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് പുറം വശമാണ് കേട്ടോ. ഇത് പിൻഭാഗമാണ് അമ്പലത്തിൻ്റെ. മുൻഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ മറ്റു വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കിയിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.